ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മക്കളെ, 6ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ ഒരു മനോഹരമായൊരു കഥയുണ്ട്. അതിജീവനത്തിൻ്റെ തുടക്കം എന്താണ് പേര്? ആരെഴുതിയത്? മൈന ഉമൈബാൻ എഴുതിയ അതിജീവനത്തിൻ്റെ തുടക്കം എന്ന കഥയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ പ്രകൃതി ഒരുപാട് തിരിച്ചറിവുകളിലൂടെയും ചൂഷണങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത് അല്ലേ. നമ്മൾ എന്തൊക്കെ ആഘാതങ്ങളാണ് നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്നത്. നമുക്കൊരു പാട്ട് കേട്ടില്ലേ, കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ പാട്ട്. അക്കാണും മാമലയൊന്നും നമ്മളുടേതല്ലൻ മകനെ, ഈ കായൽ കയവും കരയും ആരുടെയും അല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പല ദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം കലഹിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനെ. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം തൻ തിരുമകനെ. തന്താന തന്താന തന്താന. ഈ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, അക്കാണും മാമലയൊന്നും നമ്മളുടേതല്ല മകനെ, അല്ലേ. പ്രകൃതി ഒന്നും നമ്മുടെ സ്വന്തമല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. കാരണം നമുക്ക് സ്വന്തമായ കാര്യങ്ങളൊക്കെ നമ്മളെന്ന് ചിലപ്പോൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അല്ലേ. പക്ഷേ പ്രകൃതി നമുക്ക് മാത്രം അനുഭവിക്കേണ്ട കാര്യമല്ല. നമുക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നു, നമുക്ക് ശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ കടന്നു വരേണ്ടവരാണ്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞു പോകുമ്പോഴും ഒരുപാട് തലമുറയിൽപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിലേക്ക് ലോകത്തിലേക്ക് കടന്നു വരേണ്ടവരാണ്. അവർക്ക് കൂടി ഉപയോഗിക്കാൻ പാകത്തിൽ ഈ പ്രകൃതിയെ കൂടുതൽ മികച്ചതാക്കി നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മൈന ഉബൈമാൻ്റെ അതിജീവനത്തിൻ്റെ തുടക്കം, പ്രകൃതി ചൂഷണങ്ങളിൽ നിന്നും എങ്ങനെ അതിജീവിക്കാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മുകളിൽ പ്രകൃതിയുടെ മുകളിൽ മനുഷ്യനേൽക്കുന്ന ആഘാതം എത്രത്തോളം ഭീകരമാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന 6ാം ക്ലാസ്സിലെ കുരുന്നുകൾക്ക് പഠിക്കാനുള്ള മനോഹരമായൊരു പാഠഭാഗമാണിത്. നമുക്കൊന്ന് പഠിച്ചു പോയാലോ? ഓക്കെ, അതിജീവനത്തിൻ്റെ തുടക്കം. മക്കളെ, എന്താണ് അതിജീവനം എന്ന് പറഞ്ഞാൽ? സർവൈവൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിജീവനം, നമുക്ക് ജീവിക്കാനുള്ള കരുത്ത് മാത്രം പോരാ, ആ ജീവിതം പ്രയാസമുള്ളതായി മാറുമ്പോൾ, ആ ജീവിതം പ്രശ്നപൂരിതമായി മാറുമ്പോൾ, ചൂഷണ വിധേയമായി മാറുമ്പോൾ, തോൽവികൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, ആ ജീവിതത്തെ ഒന്ന് മറികടന്ന് നമ്മൾ കുറച്ചും കൂടി സൂപ്പർ ഹീറോസായി മാറേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അതിജീവനം. ഉള്ള ജീവിതത്തെ അതിജീവിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറുന്നതിനെയാണ് അതിജീവനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പാഠഭാഗം ഏതോ ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് പ്രകൃതി ചൂഷണമാണ്. അപ്പോൾ പ്രകൃതി ചൂഷണത്തിൻ്റെ മനുഷ്യൻ പ്രകൃതിയുടെ മുകളിൽ ഏൽപ്പിക്കുന്ന കടുത്ത ആഘാതത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന പാഠഭാഗമാണ് ഇത്. നമുക്ക് നോക്കാം. ദേവിയാർ കോളനി എന്ന ഗ്രാമം 4 മലകളുടെ താഴ്വരയിലാണ്. നടുവിലൂടെ 6 ഒഴുകുന്നു. മക്കളെ, ദേവിയാർ കോളനിയാണ് നമ്മുടെ കഥയിലെ പ്രധാന സ്ഥലം. ഇപ്പം ദേവിയാർ കോളനി എന്ന ഗ്രാമത്തിലൂടെ എന്തൊഴുകുന്നുണ്ട്? ഈ ഗ്രാമം 4 മലകളുടെ ഇടയിലാണ് ദേവിയാർ കോളനി എന്ന് പറയുന്ന ഗ്രാമം. ഇതിലൂടെ ഒരു 6 തടാകം ഒഴുകുന്നുണ്ട്. ഇപ്പോഴും മധ്യവേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. ഇപ്പോൾ എഴുത്തുകാരി പറയാണ്, വലുതായിട്ടും പറയാണ്, ഇപ്പോഴും സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയാണ് ഞാനെന്ന് എഴുത്തുകാരി പറയുന്നു. വീടിനടുത്ത് 6 വെച്ച തടാകം, വീടിനടുത്ത് 6, പുറകിൽ മലയ്ക്ക് മുകളിൽ കയറിയാൽ പിന്നെയും മലനിരകൾ. 2 മലകൾക്കിടയിലൂടെ വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാർ. എങ്ങും പച്ചപ്പ്, കൈത്തോടുകൾ അല്ലേ, വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകും. നിങ്ങൾ ഈ പാട്ട് കേട്ടിനോ? കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി, പൂന്താലിപ്പുഴയൊരു വമ്പത്തി. ഈ പാട്ട് പോലെ 4 മലകൾക്കിടയിലാണ് ദേവിയാർ കോളനി എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഒരുപാട് തടാകങ്ങൾ കാണാം, അതിന് മുകളിൽ കയറിയാൽ മലകൾ, അതിന് മുകളിൽ കയറിയ ഒരുപാട് മലകൾ. അങ്ങനെ പ്രകൃതി സൗന്ദര്യത്താൽ, മലനിരകളാൽ, ആറുകളാൽ, തടാകങ്ങളാൽ, ജലാശയങ്ങളാൽ നിബിഡമാണ്, സമ്പന്നമാണ് ദേവിയാർ കോളനി എന്നിവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. പെരിയാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാരതപ്പുഴ. എങ്ങും പച്ചപ്പ്, ഭാരതപ്പുഴയും പച്ചപ്പും ഹരിതാപവും എല്ലാം നിറഞ്ഞ പ്രകൃതി സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുക, ദേവിയാർ കോളനിയിൽ കാണാൻ സാധിക്കുക.
ആറ്റിൽ നീന്തണം എന്നാണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം. ആറ്റ് വെച്ച പുഴ, തടാകം, ഈ തടാകത്തിൽ നീന്തണം, ആറ്റിൽ നീന്തണം എന്നാണ് നമ്മുടെ എഴുത്തുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന പരിപാടി ഇല്ലായിരുന്നു, എല്ലാ ദിവസവും ആറ്റിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, നമ്മൾ പൈസ കൊടുത്ത് സ്വിമ്മിംഗ് പൂളിൽ പോകുന്നുണ്ടല്ലേ, അതേപോലെ പ്രകൃതിയുടെ അനുഗ്രഹമാണ് ഈ തടാകങ്ങളും പുഴകളും. ഈ പുഴയിൽ തന്നെയാണ്, ഈ ആറ്റിൽ തന്നെയാണ് എപ്പോഴും ഞാൻ എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചിരുന്നതെന്ന് എഴുത്തുകാരി പറയാണ്. കണ്ണ് ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകൾ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ. അപ്പോൾ തവളകളെ പോലെയായിരുന്നു. തവള നമുക്കറിയാമല്ലേ, വെള്ളത്തിലേക്ക് ചാടും പുറത്തേക്ക് വരും, വെള്ളത്തിലേക്ക് ചാടും പുറത്തേക്ക് വരും, അങ്ങനെ എപ്പോഴും വെള്ളത്തിലേക്ക് ചാടുകയും പുറത്തിരിക്കുകയും വീണ്ടും ചാടുകയും പുറത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ബാല്യകാലം ആസ്വദിക്കാൻ നമ്മുടെ എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭൂതകാല ഓർമ്മകളാണ്, ബാല്യകാലത്തിൻ്റെ ഓർമ്മകളാണ് പ്രിയപ്പെട്ട മക്കളെ ഇതിൽ പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയില്ല മക്കളെ, നമ്മുടെ എഴുത്തുകാരി പുഴയിലേക്ക് ചാടുകയും പിന്നെ തിരിച്ച് കരയിലിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എഴുത്തുകാരിയുടെ ഭൂതകാല അനുഭവം, ബാല്യകാലത്തിൻ്റെ അനുഭവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ജീവനത്തിൻ്റെ തുടക്കം. ഇപ്പോൾ എഴുത്തുകാരി നമ്മുടെ കഥയോടെ ആദ്യം തന്നെ തൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ, പ്രകൃതി സുന്ദരമായ ദേവിയാർ കോളനിയിലെ ആ പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകളെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. 4 മലകൾക്കിടയിലെ സുന്ദരമായ സ്ഥലമാണ് ദേവിയാർ കോളനി. മലയുടെ അരികിലൊക്കെ പെരിയാർ പുഴയുണ്ട്, ആറുണ്ട്, തടാകങ്ങളുണ്ട്, അതിന് മുകളിൽ കയറി വീണ്ടും മലനിരകൾ, പച്ചപ്പ്, ഒരുപാട് നല്ല കാഴ്ചകളുള്ള മനോഹരമായ സ്ഥലമാണ് ഇത് ദേവിയാർ കോളനി. ഇവരെപ്പോഴും ആറ്റിൽ കളിച്ചുകൊണ്ടേയിരിക്കും, തവളകളെ പോലെയെന്നും പറയുന്നു. ആറിലെ വെള്ളം വറ്റിക്കണ്ടില്ല, അപ്പോൾ ആറിലെപ്പോഴും വെള്ളം ഉണ്ടാവും എന്നാണ് പറയണേ. ഇപ്പോൾ ചെറു കുഴികളിൽ ചെറുചാലുകളായി വെള്ളം, ഇപ്പോൾ ചെറു കുഴികൾ മാത്രമായി വെള്ളം, ചെറുചാലായി വെള്ളം കുറഞ്ഞു. അതും കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം. മക്കൾ എന്താണ്? അതും കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം. ഒരുപാട് വെള്ളമുള്ള മനോഹരമായ ജലാശയം ഇന്ന് എന്താ മക്കളെ കാണുന്നത്? അവിടെയൊക്കെ മലിനീകൃതമായ വെള്ളം, ചായപ്പൊടിയുടെ നിറമുള്ള, കറുത്ത ചായ നിറമുള്ള വെള്ളമായി മാറി. ആ വലിയ പുഴയിൽ നിന്ന് ചെറിയ അരുവികളായി, തോടുകളായി, ചെറിയ ചെറിയ ചാലുകളായി മാറിയിരിക്കുന്നു. പ്രകൃതി ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു, പ്രകൃതിയെ മനുഷ്യൻ മലീനസമാക്കിയിരിക്കുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുമ്പ് ഒരുപാട് നിറഞ്ഞിരുന്ന പുഴ, ആ വെള്ളം ഇന്ന് ചെറിയ ചാലുകളായി മാറിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശമാണ് ഇവിടം അല്ലേ, ദേവിയാർ കോളനി. കേരളം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലമായിരുന്നു ദേവിയാർ കോളനി. നേര്യമംഗലം സംരക്ഷിത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ഇനി ആ പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. മലയോര പ്രദേശമായതുകൊണ്ട്, ഇത് മലയോര പ്രദേശമാണ്, അതുകൊണ്ട് ഒരുപാട് തിങ്ങിയും നിറഞ്ഞും പ്രകൃതി ഇങ്ങനെ സമ്പുഷ്ടമായി നിൽക്കുന്നുണ്ടാവും. മലയോര പ്രദേശമായതുകൊണ്ട് മഴ പെയ്താൽ വെള്ളം ചെരുവുകളിലൂടെ ഒഴുകി നേരെ പുഴയിലേക്ക് എത്തും. മഴ പെയ്താൽ ആ വെള്ളം ചെരുവുകളിലൂടെ ഒഴുകി പുഴയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. പുഴ കുറേ താഴോട്ടൊഴുകി പെരിയാറിലും. അങ്ങനെ പുഴ ഒഴുകി എവിടെ, ഈ മലകളിലെ വെള്ളമൊക്കെ ഒഴുകി എവിടെ എത്തുന്നു? ഈ പുഴകളിലെത്തുന്നു. ഈ പുഴകൾ ഒഴുകി പെരിയാറിലേക്ക് എത്തും അല്ലേ, ഈ ചെറുകളിൽ ഒഴുകി നേരെ പുഴയിലെത്തും. പുഴ കുറേ താഴോട്ടൊഴുകി പെരിയാറിലും എത്തുമെന്നാണ് പറയണേ. മുമ്പ് ആറ്റിൽ ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് കല്ലുണ്ടാവും. മണൽ തെളിയുന്നിടത്തൊക്കെ കല്ലൂർ വഞ്ഞിയും കുഞ്ഞു കണ്ടലും ഉണ്ടായിരുന്നു. വെള്ളം വല്ലാതെ അങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു. ഇപ്പോഴതല്ല അവസ്ഥ അല്ലേ. പണ്ട് ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോകാതിരിക്കുന്ന ഒരുപാട് കല്ലുകളുണ്ടാവും, പക്ഷെ ഇന്ന് കല്ലുകളില്ല. മണൽ വാരി, ആ കല്ലുകളൊക്കെ വാരിയെടുത്ത് ഇന്ന് വെള്ളത്തിന് ഒഴുകിപ്പോകുമ്പോൾ തടയാനും പോലും ഇപ്പം എന്തില്ല, കല്ലുകളില്ല. മനുഷ്യൻ്റെ കടന്നുകയറ്റമാണ് ജലാശയങ്ങളിലേക്ക്. മനുഷ്യൻ്റെ കടന്നുകയറ്റത്തിൻ്റെ ഭീകര ദൃശ്യം ഇവിടെ പ്രകടമാകുന്നുണ്ട്. കെട്ടിടം പണിക്കും കയ്യാല പണിക്കുമായി കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്തു മനുഷ്യർ അല്ലേ മക്കളെ, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആട്ടോ. കെട്ടിടം പണിക്കും കയ്യാല പണിക്കുമായി കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്തു മനുഷ്യർ ആ കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്തു. പുഴയ്ക്കൊന്നും ഒഴുകാൻ സാധിക്കുന്നില്ല. പുഴയുടെ ആ ഭാവാത്മകമായ, ആ നാച്ചുറായ ശുദ്ധമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. മനുഷ്യൻ്റെ കടന്നുകയറ്റം ആ പുഴയുടെ ഒഴുക്കിനെ പോലും ഇല്ലാതാക്കി. ആ പുഴയുടെ കല്ലുകളൊക്കെ മനുഷ്യൻ വാരിയെടുത്ത് മറ്റു പല ആവശ്യങ്ങൾക്കും കെട്ടിടം നിർമ്മിക്കാനും പറ്റും ഉപയോഗപ്പെടുത്തി. അങ്ങനെ പുഴ മലിനീകരമായി കൊണ്ടിരിക്കുക കേട്ടോ. മണൽ മുഴുവൻ കോരിക്കൊണ്ടുപോയി. അതുമാത്രമല്ല, കല്ല് മാത്രമല്ല, പുഴയിലെ മണൽ മറ്റു സംഭവമില്ല, യന്ത്രം JCB കൊണ്ട് ഇങ്ങനെ കോരി ഇങ്ങനെ എടുത്ത് ടിപ്പറിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോയി അല്ലേ. മണൽ വാരി കല്ലുവാരി ആ പുഴയെ മനുഷ്യൻ നശിപ്പിച്ചു എന്നാ പറയണേ. മനുഷ്യൻ പ്രകൃതിക്ക് മുകളിൽ കടന്നു കയറിയതിൻ്റെ തെളിവാണ് ഇവിടെ വ്യക്തമാകുന്നത്. മാത്രമല്ല
വേനലായാൽ പലരും കൃഷിക്കും മറ്റുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാനും തുടങ്ങി. വേനലായാൽ മനുഷ്യന്മാർ വെറുതെ ഇരിക്കോ, സ്വാർത്ഥത നിറഞ്ഞവരല്ലേ അല്ലേ? നമ്മുടെ KGF റോക്കി ഭായി പറയുന്ന പോലെ സ്വാർത്ഥത നിറഞ്ഞ ലോകമാണിത്, നമ്മൾ വേണം ഈ ലോകത്തെ പിടിച്ചു നിർത്താൻ. അതേപോലെ ഈ സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യന്മാർ, എല്ലാം എൻ്റേതാണ് ചിന്തിക്കുന്ന മനുഷ്യന്മാർ വേനലായാൽ പുഴയിലെ വെള്ളം എടുത്തിട്ട് കൃഷിക്ക് ഉപയോഗിക്കും. അങ്ങനെ പുഴയുടെ വെള്ളമൊക്കെ കുറഞ്ഞു വന്നു. അതോടെ മഴ പെയ്യുന്ന വെള്ളം അതേ വേഗത്തിൽ പെരിയാറിൽ വന്നു ചേരുന്ന സ്ഥിതി. അങ്ങനെ മഴ പെയ്തപ്പം ആ വെള്ളം മുഴുവൻ പെരിയാറിലേക്ക് പോയി മനുഷ്യന്മാർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. വർഷത്തിൽ 1-2 മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത്. എന്നിട്ടാണ് ഈ അവസ്ഥ. വർഷത്തിൽ 1-2 മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത്. ബാക്കി എല്ലാ മാസവും അവിടെ മഴയുണ്ട്. ദേവിയാർ കോളനിയിൽ ബാക്കി 10 മാസവും മഴയാണ്. പക്ഷേ എന്നിട്ടും അവിടെ വെള്ളമില്ല. കാരണം എന്താണ്? പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്തതിൻ്റെ വലിയ തെളിച്ചമാണ്, തെളിവാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു ദേവിയാർ കോളനി ചിത്രം കണ്ടോ മക്കൾ? നല്ല മലകളും പുഴകളും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ സ്ഥലം. ഇവിടെ മനുഷ്യൻ്റെ കടന്നുകയറ്റം കൊണ്ട് അത് മലീനസമായി കൊണ്ടിരിക്കുന്നു. അഴുക്കായ തുണി, പ്ലാസ്റ്റിക്, പൊട്ടിയ പാത്രങ്ങൾ തുടങ്ങി നാട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ ആറ്റിലേക്ക് ഒഴുക്കുന്നു. അങ്ങനെ അഴുക്കായ തുണിയും പ്ലാസ്റ്റിക്കും പൊട്ടിയ പാത്രങ്ങളും നാട്ടിലെ സകല മാലിന്യങ്ങളും മുഴുവൻ ആറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ്. ഇവിടെ നാട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും ഇവിടെ ഒഴുക്കി വിടുകയാണ്. നാട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും ഈ പുഴയിൽ ഒഴുക്കി വിടുക. അതുകൊണ്ട് തന്നെ ഈ പുഴ മലിനീകൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റിറമ്പ് കയ്യേറി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അങ്ങനെ ആറ്റിൻ്റെ ആ ഒരു സൈഡൊക്കെ, ആറുകളൊക്കെ കയ്യേറി അവിടെ മണലൊക്കെ ഇട്ട് ആറൊക്കെ നികത്തി അവിടെ വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തുന്നു. നമ്മളെന്ത് മനുഷ്യന്മാരാണല്ലേ! പ്രകൃതി അത്രമാത്രം ദോഹിക്കുന്ന ഒരു ക്രൂര ജനതയുടെ കഥാപാത്രങ്ങളായി നമ്മൾ മാറിയിരിക്കുന്നു. കുഞ്ഞുമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. നമ്മൾ ഇന്നത്തെ ആൾക്കാർ പുഴകളും വയലുകളും തോടുകളും എല്ലാം വെട്ടി നശിപ്പിച്ച് മണൽ നിറച്ച് അവിടെയൊക്കെ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. ഇന്ന് പുഴകളില്ല, ഇന്ന് വയലുകളില്ല, എല്ലാം നികത്തി വലിയ ഫ്ലാറ്റുകൾ, വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ നമ്മൾ. അതുകൊണ്ട് പ്രകൃതിക്ക് ഒരുപാട് കടുത്ത ആഘാതം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട്, അതാണ് ഇതിലും പറയുന്നത്. ഇങ്ങനെ നാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നാട്ടിൽ ഇങ്ങനെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയണേ. ഒരു വശത്തെ പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുകയും മറുവശത്തെ സംരക്ഷണത്തെപ്പറ്റി ക്ലാസ്സുകളും ചർച്ചകളും എങ്ങുമെത്താതെ പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഭാഗത്ത് എന്താ പറയണേ, പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുകയും മറുവശത്തെ സംരക്ഷണത്തെപ്പറ്റി ക്ലാസ്സുകളും ചർച്ചകളും എങ്ങുമെത്താതെ പോവുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, പക്ഷേ മറുഭാഗത്ത് ഇതെവിടെയും എത്താതെ പോകുന്നുമുണ്ട്. പതിവ് പോലെ പരിസ്ഥിതി ദിനങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകും. പരിസ്ഥിതി ദിനങ്ങൾ കടന്നു പോകും, നമ്മൾ ആഘോഷിക്കും, ചെടികൾ നട്ടു വളർത്തും. പക്ഷേ ഇതൊന്നും എവിടെയും എത്തില്ല. എല്ലാവരും മലിനമാക്കാനേ ശ്രമിക്കും. നമ്മളെ ഭൂമി മലിനമാക്കാനേ ശ്രമിക്കും എന്നാണ് പറയണേ. ഭൂമിയെ രക്ഷിക്കൂ എന്നും മറ്റുമുള്ള പ്ലക്കാർഡുകൾ പോസ്റ്ററുകളും ഏന്തി പച്ചയൊടിപ്പിട്ട് കുഞ്ഞുങ്ങൾ മരത്തൈകൾ നടും. അങ്ങനെ ഭൂമിയെ രക്ഷിക്കൂ എന്നൊക്കെ, ഭൂമിയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്ററുകളൊക്കെ പിടിച്ച് നടക്കും, ജാഥകൾ പോകും. പക്ഷേ അതൊക്കെ വെറുതെയാകും. നമ്മൾ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. എത്ര തൈ നട്ടാലും നമ്മൾ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് എഴുത്തുകാരി പറയുന്നത്. ഒരുപാട് പ്രഭാഷണങ്ങൾ സംഭവിക്കും, പ്രസംഗങ്ങൾ. ഭൂമിയെ രക്ഷിക്കോ, ഭൂമിയെ ഉപദ്രവിക്കാതിരിക്കൂ എന്ന് ഒരുപാട് ഘോര പ്രസംഗങ്ങൾ വരും. പക്ഷെ എന്നാലും നമ്മൾ ഭൂമിയെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും, ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ അല്ലേ, എന്ത് സുന്ദരമായ ഭൂപ്രദേശങ്ങളാണ്. വൈവിധ്യമാർന്ന, അതായത് വ്യത്യസ്തങ്ങളായ ആവാസ വ്യവസ്ഥകൾ, ഒരുപാട് ജീവജാലങ്ങളുണ്ടല്ലേ. ജീവൻ്റെ സമ്പന്നമായ ഇടം, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ. ഇപ്പോൾ ഭീമാകാരങ്ങളായ പർവ്വതങ്ങളുണ്ട്, വിശാലമായ സമുദ്രങ്ങളുണ്ട്. പിന്നെയോ സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട മരുഭൂമികൾ വരെ. എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി അല്ലേ, എത്ര വൈവിധ്യം നിറഞ്ഞതാണ് ഈ ഭൂമി എന്നാണ് പറയുന്നത്. ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ഭൂമി എത്ര സുന്ദരമാണ് എന്ന് പറയുന്നു. മനുഷ്യരുടെ കൈകടത്തൽ കൊണ്ടും പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടും നമ്മുടെ ഭൂമി വലിയ വെല്ലുവിളികൾ നേരിടുന്നു. മനുഷ്യരുടെ കൈകടത്തൽ കൊണ്ടും പ്രതിഭാസങ്ങൾ കൊണ്ടും നമ്മുടെ ഭൂമി വലിയ വെല്ലുവിളികൾ ഏറ്റുവാങ്ങുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മലിനീകരണം, ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു. മക്കളെ, പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്?
കാലാവസ്ഥ വ്യതിയാനം, വനനശീകരണം, മലിനീകരണം, ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയിരിക്കുന്നു. നമ്മൾ വനങ്ങൾ നശിപ്പിക്കുന്നത് മലിനീകരണം, നമ്മളെല്ലാം മലിനീകരിക്കുക. വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, അല്ലേ, എന്തോ ശബ്ദ മലിനീകരണം. ഈ മലിനീകരണത്തിലൂടെ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം, നമ്മുടെ പ്രകൃതിയിലെ ജീവജാലങ്ങളെ പോലും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ, നമ്മുടെ സർവൈവൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കി മാറ്റുന്നു. മനുഷ്യൻ്റെ ചൂഷണം, മനുഷ്യൻ്റെ സ്വാർത്ഥത നിറഞ്ഞ മനോഭാവം എല്ലാം തന്നെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ പരിസ്ഥിതി ഒരു വിഷയമായി മാറുന്നത് 1950-കൾക്ക് ശേഷമാണ്, അല്ലേ. 1950-കൾക്ക് ശേഷമാണ് പരിസ്ഥിതി ഒരു വിഷയമായി മാറുന്നത്. അതിനു മുമ്പേ പരിസ്ഥിതി ആരും മൈൻഡാക്കിയില്ല. പിന്നെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി, നമ്മളത് പരിഹരിക്കാൻ മുന്നോട്ടേക്ക് വരാൻ തുടങ്ങി. പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, പുനരുജ്ജീവിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായത് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ്, അല്ലേ. പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ അപകടത്തിലാകുമെന്ന ചിന്ത വന്നത് 1950-കൾക്ക് ശേഷമാണ്. പ്രധാനമായി വഴിത്തിരിവായത് റേച്ചൽ കാഴ്സൻ്റെ എഴുത്തുകാരനാണ്. റേച്ചൽ കാഴ്സൻ്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകമാണ്. അങ്ങനെ റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ്റെ നിശബ്ദ വസന്തം, ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ നിശബ്ദ വസന്തം എന്ന് പറയുന്ന, സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന, നിശബ്ദ വസന്തം എന്ന് പറയുന്ന ആ കവിതയാണ് നമ്മുടെ പാരിസ്ഥിതിക ബോധത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയതെന്ന് എഴുത്തുകാരി പറയുന്നു. നാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ എഴുതിയതാണ്. അങ്ങനെ നാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് എഴുത്തുകാരി റേച്ചൽ കാഴ്സൺ നിശബ്ദ വസന്തം എന്ന കവിത എഴുതിയത്. എന്തായാലും പറയണേ, പ്രകൃതി നശിപ്പിക്കപ്പെട്ടാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, നമുക്ക് ജീവിതവും ഉണ്ടാകില്ല. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയാണ് നിശബ്ദ വസന്തം എന്ന് റേച്ചൽ കാഴ്സൻ്റെ കവിതയെ അടയാളപ്പെടുത്താം. ആ കവിതയ്ക്ക് ശേഷമാണ് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കരുത്, അതിനെ സംരക്ഷിക്കണമെന്ന ബോധത്തിലേക്ക് എത്തിത്തുടങ്ങിയത്. ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു, അല്ലേ. ഈ വിഷയം, അതായത് ഈ പുസ്തകം ലോകം മുഴുവൻ, റേച്ചൽ കാഴ്സൻ്റെ നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകം ലോകം മുഴുവനും പ്രസിദ്ധമായി ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന ചിന്തയിലേക്ക് നമ്മൾ എത്താൻ തുടങ്ങി മക്കളെ. ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും തന്നെ ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവുണ്ടാക്കുന്നതിന് ഈ പുസ്തകം വഴിയൊരുക്കി. അങ്ങനെ മനുഷ്യരാശിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നാശത്തിന് തന്നെ അത് കാരണമായി തീരുമെന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ഈ പുസ്തകത്തിലൂടെ പ്രിയപ്പെട്ട മുത്തുമണികളെ. ഇതാണ് ചിത്രം കണ്ടോ നിങ്ങൾ. ഈ പ്രകൃതി മലിനീകൃതമായിട്ട് ഈ ചെളിവെള്ളമൊക്കെ ഒഴുകുന്നു, ഈ ഫാക്ടറിയിൽ പുക, വലിയ കെട്ടിടങ്ങൾ, കാറിൻ്റെ വേസ്റ്റ്, പിന്നെന്താണ് വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ, JCB മണൽ വാരുന്നു, കറുത്ത പുക. ഇതൊക്കെ പ്രകൃതി മലിനീകരണം. എന്താണ്? പ്രകൃതി മലിനീകരണത്തിൻ്റെ കാഴ്ചയാണ് പ്രകൃതി മലിനീകരണത്തെയാണ് ഈ ചിത്രം പുറത്തേക്ക് വിടുന്ന ആശയം എന്ന് പറയുന്നത്. പ്രകൃതിയെ നമ്മൾ മലിനീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പ്രകൃതി നമ്മൾ നശിപ്പിക്കാൻ പാടില്ലെന്ന് തിരിച്ചറിവ് ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട്. പിന്നെന്താ പറയണേ, പല സമൂഹങ്ങളും അതിനും എത്രയോ മുമ്പ് തന്നെ പരിസ്ഥിതി ഒരു വിഷയമായി കണ്ടിരുന്നു. എന്നാൽ പല സമൂഹവും പരിസ്ഥിതി വിഷയമായി കണ്ടിരുന്നു. പരിസ്ഥിതിയെ നശിപ്പിക്കാൻ പാടില്ലെന്ന് തിരിച്ചറിവിൽ ഒരുപാട് സമൂഹങ്ങൾ എത്തിയിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സിയാച്ചിൻ മൂപ്പൻ്റെ പ്രസംഗം പ്രസിദ്ധമാണ്, അല്ലെ. മാഗ്ന കാർട്ട ഭരണഘടന, അത് പരിസ്ഥിതി പ്രവർത്തകരുടെ ഭരണഘടന എന്ന് പറയുന്നത് സിയാച്ചിൻ മൂപ്പൻ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ്റെ പ്രസംഗമാണ്. സിയാച്ചിൻ മൂപ്പൻ പ്രശസ്തനായ ഒരു പരിസ്ഥിതി പ്രവർത്തകനാട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നും പരിസ്ഥിതിയെ നശിപ്പിക്കരുത്, സംരക്ഷിക്കണമെന്ന ആശയം വെച്ചു പുലർത്തുന്നു. റെഡ് ഇന്ത്യക്കാർ എങ്ങനെയാണ് പരിസ്ഥിതിയെ കണ്ടിരുന്നതെന്ന് ആ പ്രസംഗത്തിലൂടെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. സിയാച്ചിൻ മൂപ്പൻ തൻ്റെ പ്രസംഗത്തിൽ ചോദിക്കുകയാണ്, ആകാശത്തെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എങ്ങനെ? അല്ലെങ്കിൽ മണ്ണിൻ്റെ ചൂടിനെ? ആ ചിന്ത ഞങ്ങൾക്ക് അപരിചിതമാണ്. അന്തരീക്ഷത്തിൻ്റെ നവനൈർമല്യവും വെള്ളത്തിൻ്റെ വെട്ടിത്തിളക്കവും ഞങ്ങളുടേതല്ലാതിരിക്കെ നിങ്ങൾക്കവ എങ്ങനെ വാങ്ങാൻ കഴിയും, അല്ലേ? ആകാശത്തെ വാങ്ങാൻ കഴിയോ? ഇല്ല. കടലിനെ വാങ്ങാൻ കഴിയോ? ഇല്ല. നമ്മളെ ഭൂമിയെ മൊത്തം വാങ്ങാൻ കഴിയോ? ഇല്ല.
പുഴയെ വാങ്ങാൻ കഴിയോ? ഇല്ല. വലിയ മലകളെ വാങ്ങാൻ കഴിയോ? അതുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനൊക്കെ മലിനീകരമാക്കുക? നമ്മുടെ സ്വന്തമല്ല കടലും പുഴയും മലയും ആകാശവും ഒന്നും, പക്ഷെ നമ്മൾ അതിനൊക്കെ എന്തായി മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല എന്ന വലിയ ആശയമാണ് ഈ CRT മൂപ്പൻ്റെ പ്രസംഗം നമ്മോട് പറയുന്നത്. പ്രകൃതി വിഭവങ്ങൾക്ക് അതിരുകളില്ലെന്ന് നമുക്കൊരു ധാരണയുണ്ട് അല്ലേ? പ്രകൃതി വിഭവങ്ങൾക്ക് അതിരുകളില്ല എന്ന് നമുക്കറിയാം. പ്രകൃതി വിഭവങ്ങൾക്ക് അതിരുകളില്ല, അതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. പക്ഷേ അതിനെ നമുക്ക് നശിപ്പിക്കാൻ അനുവാദവുമില്ല. പ്രകൃതി കനിഞ്ഞേകിയ ജീവനോപാധികൾക്കും ജൈവ വൈവിധ്യങ്ങൾക്കും കണക്കില്ലെന്ന് നമ്മൾ വിചാരിച്ചു. അതൊക്കെ സ്വാഭാവികമായും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണെന്നായിരുന്നു വിശ്വാസവും. പക്ഷേ ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെ അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്തഫലമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയെന്ന് മാത്രം അല്ലേ? നമ്മളെ പ്രകൃതിയെ നശിപ്പിച്ചത് കൊണ്ടാണ് ഇന്നു കാണുന്ന മഹാപ്രളയങ്ങളും മഴ പെയ്തിലുണ്ടാകുന്ന ദുരന്തങ്ങളും ഉരുൾപൊട്ടലും സുനാമിയും എല്ലാം വരുന്നത്. നമ്മൾ പ്രകൃതി ഉപദ്രവിക്കും, ഇതൊന്നും അറിയില്ല. നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയും, പ്രകൃതിയെ മലിനീകൃതമാക്കും, കുന്നിടിക്കും, മണൽ വാരും. പക്ഷേ പ്രകൃതി ഇതിനൊക്കെ തിരിച്ചടികൾ നൽകും. പ്രളയമായി, മഴയായി, കടുത്ത ദുരന്തമായി, ഉരുൾപൊട്ടലായി, വരൾച്ചയായി, ഭൂകമ്പമായി, സുനാമിയായി, കാട്ടുതീയായി, ഇതൊക്കെ പ്രകൃതി നമുക്ക് തിരിച്ചേൽപ്പിക്കുന്ന ആഘാതമാണ്. അപ്പോൾ പ്രകൃതി നശിപ്പിക്കരുത്, പ്രകൃതിയെ മലിനീകൃതമാക്കരുത്, പ്രകൃതി ഇതൊക്കെ തിരിച്ചടിക്കുമെന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർ അല്ലേ? പ്രകൃതി സമ്പന്നമാണ്, പക്ഷെ അതിലെ ഒരു വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർ. വൻമരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ അടങ്ങുന്ന വൈവിധ്യത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് അല്ലേ? നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് മക്കളെ? വൻമരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ, അമീബ മുതൽ വലിയ ആൽമരങ്ങൾ വരെയുണ്ട് അല്ലേ? ആലായാൽ താര വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം എന്ന് പാട്ട് കേട്ടില്ല? അതേപോലെ ആലായാൽ തറ വേണം. നമ്മുടെ ഭൂമി സുന്ദരമാണ്, മഹത്വമാണ്. പക്ഷേ നമ്മൾ അതിനെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കരുത് മുത്തുമണികളെ. നമ്മൾ നമ്മുടെ ഭൂമിയെ ചേർത്ത് പിടിക്കണം, ഇല്ലെങ്കിൽ ഭൂമി നശിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? നമ്മൾ ഭൂമിയെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അല്ലേ? ഭൂമിയിൽ വൻമരങ്ങളുണ്ട്, പിന്നെന്താ സൂക്ഷ്മജീവികൾ വരെയുണ്ട്. അപ്പം അതൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ്, മനുഷ്യർക്കാണ്. വൈവിധ്യത്തിലാണ് നമ്മുടെ നിലനിൽപ്പ്. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും നശിപ്പിക്കാനും ആകുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. ഇവിടെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. ആനയുണ്ട്, മയിലുണ്ട്, ഒട്ടകമുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, എല്ലാം ഉണ്ട്, മുതല വരെയുണ്ട്, ഒട്ടകം വരെയുണ്ട്. പക്ഷേ ഈ മൃഗങ്ങളൊന്നും ഭൂമിയെ നശിപ്പിക്കുന്നില്ല. ഈ ഭൂമിയെ നശിപ്പിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ്റെ ഇടപെടൽ ഈ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കും. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് മൈന ഉബൈബാനെ ഈ ഒരു കഥ, മൈമ ഉബൈബാൻ്റെ ഒരു കഥ നമുക്ക് തരുന്ന ആശയം എന്ന് പറയുന്നത്. ഇത്രയും സകല ജീവജാലങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ്റെ ഇടപെടൽ മാത്രമാണ് ഭൂമിയെ നശിപ്പിക്കുന്നത്. ഈ തിരിച്ചറിവാണ് ഈ ഒരു ലേഖനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയെ നശിപ്പിക്കരുത് എന്ന് ഈ ലേഖനം നമ്മോട് പറയുന്നുണ്ട്. പ്രകൃതിയെ ചേർത്ത് പിടിക്കണം, അതിനെ സംരക്ഷിക്കണമെന്ന വലിയ ആശയം, വലിയ തിരിച്ചറിവ് ഈ ലേഖനത്തിലൂടെ മൈന ഉബൈബാൻ നമ്മോട് പറയുന്നു. ഇനി നമുക്കിതിൻ്റെ പ്രധാന ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം. ഇപ്പോഴും മധ്യ വേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ. എഴുത്തുകാരി ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? എഴുത്തുകാരി പറയാണ് ഇപ്പോഴും സ്കൂൾ പൂട്ടാൻ ഞാൻ കാത്തിരിക്കും. കാരണം എന്താ? സ്കൂൾ പൂട്ടുമ്പം നമുക്ക് എന്തൊക്കെയോ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുമല്ലോ. കൂടാതെ ഈ സുന്ദരമായ തന്നെ ദേവിയാർ കോളനിയിൽ ആറ്റിലിറങ്ങി കുളിക്കാലോ, തവളയെ പോലെ മലകൾ കാണാലോ എന്ന ആഗ്രഹമാണ് നമ്മുടെ എഴുത്തുകാരിക്കുള്ളത്. ഇപ്പോഴും മധ്യവേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ എന്നാണ് എഴുത്തുകാരി പറയുന്നത്. ഇത് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. ആറ്റിൽ നീന്തണം എന്നതാണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം. അതിനാലാണ് മധ്യവേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് താനെന്ന് എഴുത്തുകാരി പറയുന്നത് അല്ലേ? ആറ്റിൽ നീന്തണം, ആറ്റിൽ നീന്തിക്കളിക്കാനാണ് എഴുത്തുകാരിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് മധ്യവേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ വേണ്ടി എഴുത്തുകാരി കാത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താ? വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു. വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ എഴുത്തുകാരി പറയാണ് വെള്ളത്തെ ഒരുപാട്
ഒരുപാട് ഘടകങ്ങൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ആ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് എഴുത്തുകാർ നമ്മോട് പറയുന്നത്. എന്തൊക്കെയാണ് ഘടകങ്ങൾ മക്കളെ? ആറ്റിലെ കല്ലുകൾ, കല്ലൂർ വഞ്ഞി, കുഞ്ഞു കണ്ടലുകൾ എന്നിവയാണ് വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ. എന്തൊക്കെയാണ്? ആറ്റിലെ കല്ല്, ഈ കല്ലുകൾ ഈ ഒഴുകിപ്പോകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തും, അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. കല്ലൂർ വഞ്ഞി, കുഞ്ഞു കണ്ടലുകൾ, കണ്ടൽ കാടുകൾ, ഈ പച്ച നിറത്തിലുള്ള വലിയ കാടുകളല്ലേ പുഴയിൽ കാണുന്ന മരങ്ങൾ, അതാണ് കണ്ടൽ കാടുകൾ. ഈ കല്ലുകളും കഞ്ഞൂർ വഞ്ഞുകളും പിന്നെ കുഞ്ഞു കണ്ടലുകളും ഒക്കെ തന്നെയാണ് ഈ ആറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തുന്നത്. ചോദ്യമായി വന്ന എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. പിന്നെന്താ? വർഷത്തിൽ 1-2 മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്ത. വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ അവിടെ മഴയില്ലാതിരുന്നു, ഇവിടെ ദേവിയാർ കോളനിയിൽ. എന്നിട്ടാണ് ഈ അവസ്ഥ. ഏതവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? എന്തവസ്ഥയാണ്? വർഷത്തിൽ 1-2 മാസം മാത്രമേ അവിടെ മഴയില്ലാതിരിക്കൂ, ബാക്കി എല്ലാ മാസവും ദേവിയാർ കോളനിയിൽ മഴയുണ്ട്. ഇതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? എന്നിട്ട് ഈ അവസ്ഥയിലൊക്കെ അവരെത്തി. എന്തവസ്ഥയാണ്? ജല ദൗർബല്യത, വെള്ളം കിട്ടാത്ത അവസ്ഥ. മഴവെള്ളം വേഗത്തിൽ പെരിയാറിൽ, അത് ഭാരതപ്പുഴയിൽ ചെന്നു ചേരുന്നു. ആറ്റിൽ വെള്ളമില്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മഴ പെയ്തപ്പോൾ ആറ്റിൽ, തടാകത്തിൽ നിറയെ വെള്ളം നിറഞ്ഞു, പക്ഷേ ആ വെള്ളം തടഞ്ഞു നിർത്താൻ കല്ലുകൾക്കോ കണ്ടൽ കാടുകൾക്ക് കായില്ല, കാരണം അവയൊന്നുമില്ല. അതൊക്കെ മനുഷ്യന്മാർ നശിപ്പിച്ചു. ഇനി ഈ വെള്ളം മുഴുവൻ എവിടേക്ക് പോവുകയാണ്? പെരിയാർ ഭാരതപ്പുഴയിലേക്ക് പോയി അറബിക്കടലിൽ വന്ന് ചേരുകയാണ്. എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി. ഏതെല്ലാമാണ് ഈ വൈവിധ്യങ്ങൾ? എന്തൊക്കെയോ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി. ഈ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. നോക്കാം. അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ, വിശാല സമുദ്രങ്ങൾ, സമൃദ്ധമായ മഴക്കാടുകൾ, വരണ്ട മരുഭൂമികൾ, ഇത്രയേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഭൂമി, അല്ലേ? എന്തൊക്കെയോ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ, വലിയ ഭൂപ്രദേശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, ഒരുപാട് ആവാസ വ്യവസ്ഥകൾ നിറഞ്ഞതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ, വിശാല സമുദ്രങ്ങൾ, അല്ലേ? വലിയ പർവ്വതങ്ങളുണ്ട് നമ്മുടെ ഭൂമിയിൽ. പിന്നെയോ വിശാലമായ സമുദ്രങ്ങളുണ്ട്, വലിയ അറേബ്യൻ കടലുണ്ട്, ബംഗാൾ ഉൾക്കടലുണ്ട്, ഒരുപാട് സമുദ്രങ്ങളുണ്ട്. സമൃദ്ധമായ മഴക്കാടുകളുണ്ട്, വലിയ വനങ്ങളുണ്ട്. ആമസോൺ മഴക്കാടുകളൊക്കെ ഇല്ലേ? വരണ്ട മരുഭൂമികൾ, അങ്ങനെ മരുഭൂമികളും മഴക്കാടുകളും മഴയും പിന്നെന്താണ് സമുദ്രങ്ങളും പർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ മനോഹരമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഭൂമിയുടെ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം എന്താണ്? കവി പറയുകയാണ്, എഴുത്തുകാരി പറയുകയാണ്, നാം തിരിച്ചറിയപ്പെടാൻ പോകുമ്പോൾ നാം തിരിച്ചറിയാൻ വൈകിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതിയെ മുകളിൽ നമ്മൾ ആഘാതമേൽപ്പിക്കുമ്പോൾ, പ്രകൃതി ചൂഷണ വിധേയമാകുമ്പോൾ നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം എന്താണ് എന്നാണ് ചോദ്യം. ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ പ്രവർത്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമെന്നുമാണ് തിരിച്ചറിയാൻ വൈകിപ്പോയത്, അല്ലേ? ഭൂമിയെ നമ്മൾ സംരക്ഷിക്കാതിരിക്കുമ്പോൾ ഭൂമി നശിച്ചുകൊണ്ടേയിരിക്കും. ഭൂമിയെ ഞങ്ങൾ ചേർത്ത് പിടിക്കണം, ഭൂമി നശിപ്പിക്കരുത്. ഭൂമി നമ്മുടെ അമ്മയാണ്. നമ്മൾ എത്രമാത്രം ഭൂമി നശിപ്പിക്കുന്നുവോ അത്രമാത്രം തിരിച്ചടികൾ മഴവെള്ളമായും പ്രളയമായും ഉരുൾപൊട്ടലായും നമ്മൾ ഏറ്റുവാങ്ങേണ്ടിയിരിക്കും. ചുരൽമലയും മുണ്ടക്കയും കണ്ടില്ലേ? ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കരുതെന്ന് തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാവേണ്ടതെന്ന് ആര് പറയുന്നു? എഴുത്തുകാരി പറയുന്നു. പുഴയിൽ വെള്ളമില്ലാതാകാൻ കാരണം എന്തെല്ലാം? എന്തു കാരണം കൊണ്ടാണ് നമ്മുടെ ഈ പുഴയിൽ, ആറ്റിൽ വെള്ളമില്ലാതായി എന്ന് എഴുത്തുകാരി പറയുന്നത്? നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കല്ലുകൾ പൊട്ടിച്ചെടുത്തു, മണലുകൾ കോരിയെടുത്തു, പുഴവെള്ളം മോട്ടോർ പമ്പ് ചെയ്ത് എടുക്കാനും തുടങ്ങിയത് പുഴയിൽ വെള്ളമില്ലാതാൻ കാരണമായി, അല്ലേ? നിർമ്മാണ പ്രവർത്തനം, കെട്ടിടങ്ങളുടെ പണിക്ക് വേണ്ടി പുഴയിൽ നിന്നും കല്ലുകൾ എടുത്തു, മണൽ വാരി, പിന്നെയോ പുഴയിലെ മോട്ടർ വെച്ചിട്ട് കൃഷിസ്ഥലങ്ങളിലേക്ക് പമ്പ് വെച്ച് വെള്ളം അടിച്ചു തീർത്തു. ഈ കാരണം ഒക്കെ കൊണ്ടാണ് പുഴയിലെ വെള്ളം അപ്രത്യക്ഷമായതെന്ന് എഴുത്തുകാർ പറയുന്നത്. ഭൂമി നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം? ഭൂമി എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത് മക്കളെ? കാലാവസ്ഥ വ്യതിയാനം നേരിടുന്നില്ലേ? ഉണ്ട്. വനനശീകരണമുണ്ട്, മലിനീകരണം, ജൈവവൈവിധ്യത്തിന് നഷ്ടം. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം, വനനശീകരണം, ഇവയെല്ലാം ഭൂമി നേരിടുന്ന വെല്ലുവിളികളാണ് നമുക്ക് കാണാൻ സാധിക്കും.
എഴുത്തുകാരിയുടെ വീടിന് പരിസരത്തെ കാഴ്ചകൾ എന്തെല്ലാമാണ്? ഇപ്പോൾ എഴുത്തുകാരുടെ വീടിൻ്റെ പരിസരത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? വീടിനടുത്ത് എന്തുണ്ട്? ആറുണ്ട്, പുറകിൽ മലയുണ്ട്, മലമുകളിൽ കയറിയാൽ പിന്നെയും പിന്നെയും മലനിരകളുണ്ട്, രണ്ടു മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാർ, എങ്കും പച്ചപ്പ്, കൈത്തോടുകൾ അല്ലേ. ആറുണ്ട്, 4 മലകൾക്കിടയിലാണ് ദേവിയാർ കോളനി. പിന്നെന്താണ്? നല്ല ആറ്റ് കാണാൻ പറ്റും, കുളിക്കാൻ പറ്റും, തവളകൾ പോലെ കുളിക്കാൻ പറ്റും, നല്ല പർവ്വത നിരകളുണ്ട്. അങ്ങനെ മനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമാണ് ദേവിയാർ കോളനിയിലെ കാഴ്ചയെന്ന് എഴുത്തുകാരി പറയുന്നു. അത്തരത്തിൽ അതിജീവനത്തിൻ്റെ തുടക്കം എന്ന പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക പ്രകൃതിയുടെ മുകളിൽ മനുഷ്യനെ ഏൽപ്പിച്ച ചൂഷണങ്ങളാണ്. പ്രകൃതിയെ മക്കൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, മനുഷ്യർ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പാഠഭാഗം. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ മക്കളെ നശിപ്പിക്കരുത്, പ്രകൃതിയെ ദ്രോഹിക്കരുത്. നമ്മൾക്ക് കിട്ടിയതുപോലെ തന്നെ അതിലും മികച്ചതായി ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ പ്രകൃതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പാഠഭാഗം സെറ്റായെന്ന് കാണുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൽ കാണാമെന്ന് പറയട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.